എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടൊരു വീഡിയോ എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലാണ് കേട്ടോ. ശരിക്കും നമ്മുടെ കൃഷ്ണകുമാർ ഉണ്ടല്ലോ, നമ്മുടെ സംഘി കൃഷ്ണകുമാറിൻ്റെ മകൾ ഇഷാനിയുടെ ഒരു വീഡിയോ ആണ് കണ്ടിട്ടുള്ളത്. പുള്ളിക്കാരത്തിയുടെ ബോയ് ഫ്രണ്ടും പുള്ളിക്കാരത്തിയും കൂടി ഒരു വെള്ളത്തിലേക്ക്, ഒരു അരുവിയിലേക്ക് ഇറങ്ങുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. എന്തായാലും ഞാൻ ആ വീഡിയോ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ ആ ഒരു വീഡിയോയെ കുറിച്ചിട്ട് പല ആളുകളും വന്നിരുന്നിട്ട് കമൻറ്റ്, നമുക്കറിയാം കമൻറ്റ് ഇടുമ്പോൾ എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് തന്നെ വരണം എന്നില്ല. പക്ഷേ വളരെ വളരെ മോശമായിട്ടുള്ള കമൻറ്റുകളാണ് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ളത്. ശരിക്കും യൂട്യൂബിലൊക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഇത്രയേറെ വൃത്തികെട്ട കമൻറ്റുകൾ വരികയെന്ന് വെച്ചാൽ, എന്തായാലും ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്കറിയാം കൃഷ്ണകുമാറിന് പെൺമക്കളാണുള്ളത്. അപ്പോൾ അതിലൊരു മകളുടെ വിവാഹവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പെൺകുട്ടിയുടെ വസ്ത്രം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറ്റം പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, ഈ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ കുട്ടിയല്ല. എന്നാൽ ചോദിക്കും, വിവാഹം കഴിയാത്ത കുട്ടികൾക്ക് എന്ത് തോന്നിയാസവും കാണിക്കാമോ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ എന്നാൽ പോലും ഈ കുട്ടിയുടെ വസ്ത്രത്തിനെ വലുതായിട്ട് കുറ്റം പറയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രേണു സുധിയെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. രേണു സുധിയുടെ റീൽസുകളും സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. എന്നാൽ അതൊക്കെ മീതെയായിട്ട് രേണു സുധിയുടെ ഒരു പുതിയ റീൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും രേണു സുധിയുടെ ഈ ഒരു റീൽസിലെ വസ്ത്രം കണ്ടപ്പോഴത്തേക്ക്, അതും ഒരു കുട്ടിയുടെ അമ്മയാണ് എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ, ഭർത്താവിൻ്റെ തന്നെ 24 വയസ്സാവാറായ ഒരു പയ്യൻ്റെ കൂടി അമ്മയാണ്. അങ്ങനെ 2 മക്കളുടെ അമ്മയാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെയുള്ള രേണു സുധിയുടെ ഈ ഒരു വേഷം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി, ഈ ഒരു പെൺകുട്ടി ഇട്ട വസ്ത്രത്തിന് ഇത്രയേറെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും നമുക്ക് ആ ഒരു രേണു സുധിയുടെ ആ ഒരു റീൽസ് കണ്ടിട്ട് വരാം. ഇവിടെ റിവ്യൂല് തന്നെ ഈ ഒരു 3ാമത്തെ ഔട്ട്ലെറ്റ് ആണ് ഇവര് ചെയ്യണത്. ഇതിന്റെ ഇനോഗ്രേഷൻ ആണ്. ഈ ഒരു 2 ആഴ്ചക്ക് മുന്നേ ഇവിടെ വന്ന് എന്റെ ഒരു ഫോട്ടോഷൂട്ട് എടുത്ത് നല്ല രീതിയിൽ 1 മില്യൺ ഒക്കെ അടിച്ച് തകർത്തൊരു ഫോട്ടോഷൂട്ട്. ഇത് കേൾക്കുമ്പോൾ കുറച്ചധികം ആളുകൾ പറയും, നിങ്ങൾക്ക് അസൂയയാണ്, നിങ്ങൾക്ക് ഇതുപോലെയൊന്നും പറ്റാത്തതിൻ്റെ അസൂയയാണ് എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, അസൂയപ്പെടുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ പുള്ളിക്കാരത്തിയുടെ ഈ വസ്ത്രധാരണമൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു നെടുവീർപ്പ് ഉയരുന്നുണ്ടാവും. കാരണം നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ആ ഒരു വിഷമം നിങ്ങളുടെ ഉള്ളിൽ കാണും. അതുകൊണ്ടായിരിക്കും ഈ പുള്ളിക്കാരത്തിയുടെ ഈ കോപ്രായങ്ങളെയൊക്കെ മറ്റുള്ളവർ വിമർശിക്കുമ്പോൾ നിങ്ങൾ അതിനെ ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകുന്നതും അത് പറയുന്ന ആളുകൾക്ക് അസൂയയാണ് എന്ന് വരുത്തി തീർക്കുന്നതും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ഇഷാനിയെ ഈ ഒരു വസ്ത്രധാരണത്തിൻ്റെ പേരിൽ കുറ്റം പറയുന്നവരോട് തെറി വിളിക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ അങ്ങനെ തെറിയൊക്കെ വിളിക്കുന്ന ആളുകൾ, നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട രേണു സുധി ഇങ്ങനെ ഈ ഒരു വസ്ത്രധാരണത്തിലൊക്കെ വന്നപ്പോൾ ഇതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകളെന്ന് പറഞ്ഞാൽ, പുള്ളിക്കാരത്തി നന്നായി മോളെ, നല്ലതായിട്ടുണ്ട് രേണു, സൂപ്പറായടാ, അടിപൊളിയായടാ എന്നൊക്കെ പറയുന്ന വഴിഞ്ഞൊഴുകുന്ന തരത്തിലുള്ള കമൻറ്റുകളാണ് കൂടുതലായിട്ടും കാണാനായിട്ട് ഇടയായത്. അപ്പോൾ ഒരു ചെറിയ പെണ്ണ് ഈ ഒരു പുള്ളിക്കാരത്തി ഇട്ട വസ്ത്രം വെച്ച് നോക്കുകയാണെങ്കിൽ അതിനേക്കാളേറെ മാന്യതയുള്ള വസ്ത്രമാണെന്നാണ് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ എന്തായാലും 2 പേരുടെയും ഏജിൽ വ്യത്യാസമുണ്ട്. എന്നാൽ ചോദിക്കും, ഏജ് കുറഞ്ഞ കുട്ടികൾക്ക് ഏത് കോപത്താഴത്തിലെ വസ്ത്രവും ധരിക്കാമോ എന്ന് ചോദിക്കും. പക്ഷേ ആ ഒരു ഫാമിലിയിലെ കുട്ടികളുടെ വസ്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഇത്തരത്തിലുള്ളതാണ്. അത് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാലൊന്നും അവരെ കൊണ്ടൊന്നും നേരമണ്ണം വസ്ത്രം ഉടുപ്പിക്കാനൊന്നും പറ്റില്ല. അത് അവരുടെ പാരൻസ് തന്നെ വിചാരിക്കണം. പാരൻസിന് യാതൊരുവിധ പ്രശ്നവുമില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പ്രതികരിക്കും.
ഞാനും പ്രതികരിക്കും. പക്ഷേ കുറേ ആളുകൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ വിമർശിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ രേണു സുധിയെ വിമർശിച്ച് കഴിഞ്ഞാൽ അവിടെ കുരു പൊട്ടും. അങ്ങനെ പൊട്ടുന്നവരടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ പൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. ജനങ്ങളുടെ മുഴുവൻ വായയൊന്നും മൂടിക്കെട്ടാൻ നിങ്ങൾ ആര് വിചാരിച്ചാലും പറ്റില്ല എന്ന് മാത്രമേ എനിക്ക് അത്തരക്കാരോട് പറയാനുള്ളൂ. രേണു സുധി മോഡേൺ ആയിട്ട് വസ്ത്രം ധരിക്കുന്നതിനൊന്നും ഇവിടെ ആർക്കും ഒരു പരാതിയില്ല. അവരങ്ങനെ ധരിച്ചോട്ടെ, ഇതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ എന്ന് കരുതി ഇത്രയും വലിയ മക്കളൊക്കെ ഉള്ള രേണു സുധി, മക്കളെന്നല്ല കുട്ടി, രേണു സുധിയുടെ കുട്ടി എന്ന് പറഞ്ഞാൽ ഋതപ്പനാണ്, ചെറിയ കുട്ടിയാണ്. എന്നാൽ പോലും സുധിയുടെ സ്വന്തം മകനെ സ്വന്തം കുട്ടിയായിട്ട് ആണ് കാണുന്നത് എന്ന് പറയുന്ന രേണുവിന് ഈ ഒരു വസ്ത്രമൊക്കെ ധരിക്കുമ്പോൾ ജസ്റ്റ് കാലിൻ്റെ മുട്ടെങ്കിലും ഒന്ന് മറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കാണുന്നതാണ് മഞ്ജു വാര്യറൊക്കെ ഭയങ്കര സെലിബ്രിറ്റിയാണ്. മഞ്ജു വാര്യറിൻ്റെ വെട്ടത്ത് വരാനുള്ള യാതൊരു ക്വാളിറ്റിയും ഈ പറയുന്ന രേണു സുധിക്കൊന്നും ഇല്ല എന്നുള്ളത് നമുക്ക് തുറന്ന് തന്നെ പറയാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ മഞ്ജു വാര്യറിൻ്റെ വസ്ത്രധാരണം നിങ്ങളൊക്കെ കാണുന്നില്ലേ, അവരൊക്കെ ഉദ്ഘാടനത്തിനൊക്കെ പോകുന്ന ആളുകളാണ്. പക്ഷേ എത്ര നീറ്റായിട്ടാണ് മഞ്ജു വാര്യർ വസ്ത്രം ധരിക്കുന്നത്. നവ്യ നായരായാലും മഞ്ജു വാര്യറായാലും അതുപോലെ എത്ര ആർട്ടിസ്റ്റുകളുണ്ട്. നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന, ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവരൊക്കെ ഉദ്ഘാടനത്തിനും കാര്യങ്ങൾക്കും ഒക്കെ പോകുന്നവരാണ്. പക്ഷെ അവരൊക്കെ ഉള്ള വസ്ത്രങ്ങൾ നമുക്ക് കാണുമ്പോഴത്തേക്ക് ആർക്കും അയ്യേ എന്ന് പറയാനായിട്ട് തോന്നത്തില്ല. പക്ഷേ ചില ആളുകൾക്ക്, അതായത് പെട്ടെന്ന് നെഗറ്റീവിലൂടെ വൈറലായിട്ട് ഭയങ്കര സംഭവമാണെന്ന് വിചാരിക്കുന്ന ആളുകൾക്കാണ് ഇതുപോലെ തുണി ഉടുക്കാനുള്ള പ്രയാസം ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ പറയുന്ന ഇഷാനിയുടെ വസ്ത്രധാരണത്തിനെ കുറ്റം പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ആ കുറ്റം പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് ഈ പുള്ളിക്കാരത്തിയുടെ വസ്ത്രധാരണം കാണിച്ചിട്ടുള്ളത്. കാരണം ആ ഒരു ഇഷാനിയുടെ വീഡിയോയുടെ താഴെയാണെങ്കിൽ ഒരുപാട് ആളുകൾ തെറി വിളിച്ചും കുറ്റപ്പെടുത്തിയും വളരെ ബാഡ് കമൻ്റാണ് കണ്ടത്. അങ്ങനെ കണ്ടിട്ട് ഈ പറയുന്ന രേണു സുധിയുടെ കമൻറ്റ് ബോക്സിൽ വന്നപ്പോഴത്തേക്ക് ആഹാ സൂപ്പർ അടിപൊളി എന്നൊക്കെ പറഞ്ഞുള്ള കമൻറ്റ് കണ്ടപ്പോൾ ഇതൊന്ന് പ്രതികരിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തേക്കാം. പിന്നെ രേണു സുധിയുടെ ഫാൻസിനോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നെ തെറി വിളിക്കാനായിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് നല്ലതുപോലെ കിട്ടും. ആ ഒരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ആരെയും ഒന്നും തെറി പറയാറില്ല. കാരണം എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ നമ്മൾ മാന്യമായ രീതിയിൽ സംസാരിക്കുന്നത് കേൾക്കുന്നതിനോടാണ് നമുക്കും താല്പര്യം. കാരണം കൊച്ചുകുട്ടികളും പ്രായപൂർത്തിയായവരും മുതിർന്ന ആളുകളാണ് നമ്മുടെ ചാനൽ കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ അവരെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യണമല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ വളരെ മാന്യമായ രീതിയിലുള്ള ഭാഷകൾ ഉപയോഗിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുന്നത്. പക്ഷേ കമൻറ്റ് ബോക്സിൽ അങ്ങനെ യാതൊരു തരത്തിലുള്ള പരിഗണനയും കിട്ടുന്നതല്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.